ദുബായില് ആ പ്ലെയിനിൽ എന്താന്നാ പറഞ്ഞേ? പ്ലെയിനിലൊന്നുമല്ല, ട്രാവൽസില് ബുക്കിംഗ് ഓഫീസിലാ. ഓ, നിന്റെ ജോലിക്കാരിഞ്ഞിപ്പോ എന്താ ചെയ്യാ? ഒറ്റ മോനും ഒറ്റ മോളും. മോന്റെ പേര് പ്രസാദ്. ആ പെങ്ങളുട്ടിയുടെ പേരെന്തായിരുന്നു? പ്രവീണ. ആ പ്രവീണ. നീ ആ പ്രിൻസിപ്പാളിനെ പോയി കണ്ട് കാര്യം പറ. അതൊന്നും നടക്കും തോന്നണല്ലോ അച്ഛാ. ഞാൻ PSC ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കാം. കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോവാനിരിക്കല്ലേ, പിന്നെന്തിനാ PSC? ഈ വന്ന കൂട്ടരോട് നീ ഇപ്പൊ എന്താ പറയണ്ടേ? അവരുടെ സമ്മതാന്ന് പറയേ. ഹലോ ഹലോ, പ്രസാദാണ്. ആരാണ്? അത് ഇന്ന് പെണ്ണ് കാണാൻ വന്നിരുന്നില്ലേ, പ്രവീണ. ആ ഇപ്പൊ എവിടെയാണ്? വീട്ടിലാ. ആ, ഞാനിവിടെ ബുക്കിംഗ് ഓഫീസിലാ, അക്ബർ ട്രാവൽസ്. പ്രവീണ പറഞ്ഞില്ലേ? ആ പറഞ്ഞിരുന്നു. അർച്ചന ഏത് സ്കൂളിലായിരുന്നു? ഞാനിവിടെ പർലി ഹയർ സെക്കൻഡറി സ്കൂളില്. പിന്നെ ഇന്ന് ചെറുതായി ഒന്ന് ജോലി പോയി. അത് സാരല്ല, നമുക്ക് ഇനിയും ജോലി നോക്കാലോ. വേണമെങ്കിൽ നാട്ടിൽ ജോലി നോക്കാം, അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ ടീച്ചേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്. ആ പിന്നെ ഫുഡ് കഴിച്ചോ? ഇല്ലില്ല, ഇവിടെ കഴിക്കുന്നേ ഉള്ളൂ. അവിടെ കഴിച്ചോ? ഹേയ്, ഇവിടെ കഴിക്കാൻ സമയാവുന്നേ ഉള്ളൂ. ഇനി റൂമിൽ ചെന്നിട്ട് വേണം വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കാൻ. ഓ, പിന്നെ ഞാൻ നന്നായി കുക്ക് ചെയ്യട്ടോ. മീറ്റിംഗ് ടൈമായി. ആ, പിന്നെ ഇവിടെ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടേ. ആ എന്താണെങ്കിലും പ്രവീണെ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, ശരി. ജാതകദോഷം എന്നൊരു പ്രശ്നമല്ല, നമുക്ക് ഈ കല്യാണം വേണേ അടുത്ത ആഴ്ച തന്നെ നടത്താം. പിന്നെ സ്ത്രീധനായിട്ടൊരു 100 പവനും ഒരു 2 ലക്ഷം രൂപയും തന്നാ മതി. അയ്യോ കുഞ്ഞേറ്റൊന്നും പറയണ്ട. വരുന്ന വഴിക്ക് നമ്മുടെ പയ്യനും കുട്ടിയും വാസുവിന്റെ മോളൊന്നും കൊണ്ട് പയ്യനിപ്പോ ആ പെണ്ണ് മതിയായി. അവരിതപ്പോ അവിടെ ഉറപ്പിക്കാൻ നിൽക്കും. പയ്യന്റെ അമ്മാമാരോട് കൂടി ആലോചിച്ച് ഞാൻ പറയാം. കുടുംബത്തിൽ കേട്ടാ കൊള്ളൂല, കൊലം മുടിയും. പിന്നെ അറിഞ്ഞോണ്ട് കുഴി ചാടണ്ടട്ടാ. എന്റെ ശബ്ദം ഈ വീട് വിട്ട് പുറത്തേക്കൊന്നും പോവില്ല. പക്ഷെ അവളുടെ ഭൂലോകം കൊല്ലും. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? എന്നും വഴക്കാന്ന്. കണ്ണ് തെറ്റിയ തോന്നിയാസം കളിക്കാൻ കള്ളക്കളവി. നിശ്ചയം നടന്നു വരുമ്പോ ഒന്നുകൂടെ ആലോചിക്കണം. എനിക്കൊക്കെ അല്ല. അയ്യോടാ, വീട് മാറിപ്പോയിടാ. അത് ശരി. ഈ വീടും ചുറ്റുപാടും ഒന്നും തീരെ പോരാ. ചേരില്ല. ഈ ബന്ധം നമുക്ക് വേണ്ട ചേച്ചി. ചെക്കനെ 2 കിട്ടിയതാ. ഇന്നലെ അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞു. ഞങ്ങൾക്ക് ഓക്കെയാണ്. ഇത് ഉറപ്പിക്കാം. ആ സ്വിച്ച് ഒന്നിട്ടാ. 1 മണിക്കൂറായി ബൾബിടാൻ തുടങ്ങിയിട്ട് ഇനി ശരിയായിട്ടില്ല. നിങ്ങൾ കോൺസെൻട്രേഷൻ കളയും. പിന്നെ ശാസ്ത്രജ്ഞനല്ലേ. ഹലോ ഹലോ ഹലോ, ഞാൻ ബ്രോക്കറാണ്. ആ പറഞ്ഞോളൂ. അതെ. അടുത്ത ബുധനാഴ്ച നല്ലൊരു ടീം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടീമാ. അത് നല്ല ടീം, ഇത് വേറെ സൂപ്പർ ടീം. ഇനിയിപ്പോ ആരെയും കൊണ്ടുവരണ്ട. അയ്യോ അതെന്താ, ഞാൻ കൊണ്ടുവരാം. എന്റെ അച്ഛനാണ് സത്യം. അതല്ല, കഴിഞ്ഞ ആഴ്ച ഒരു ടീം വന്നിരുന്നു. ആരും വിട്ട്? ഞാൻ വിട്ടില്ലല്ലോ. അതറിയില്ല, അവര് വന്നു പോയി. എന്തായാലും അവര് വന്നു പോയില്ലേ, ഇനി ഇവര് വരട്ടെ. ഇല്ല, ഞങ്ങള് ആ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചു. എപ്പോ? പിന്നെ വരുന്ന ഏപ്രിലിൽ നിശ്ചയമാണ്. ഹലോ
നല്ലൊരു ടീമാണ്. ഹലോ, എന്താ ബ്രോക്കറെ, ഫ്യൂസ് പോയാ? ഫ്യൂസ് നിന്റെ അച്ഛൻ ഞാൻ ഇറങ്ങുവാണേ. എവിടേക്കാ? ഞാൻ പറഞ്ഞില്ലേ റിലീവിംഗ് ലെറ്റർ വാങ്ങിക്കാൻ. ആ. പോട്ടെ. താങ്കളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇവിടെ പറഞ്ഞ കളവാ, തന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചി വിളിക്കുന്ന തന്നെ. ആ മോളെ, പെയിന്റിൽ ഫൈബർ ഉണ്ടോ? കുറേശ്ശുണ്ട്. ഭയങ്കര ഡള്ളാണല്ലോ, എന്തു പറ്റി? ആ ഇവിടെ ഭയങ്കര പണിയാടോ. പിന്നെ തന്റെ സ്കൂള് പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ഒന്നല്ല ഇവിടെ. ആ 2 ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നോ? പഠിപ്പിച്ചു നോക്ക, അപ്പൊ അറിയാം. എടോ പിന്നെ തന്റെ തന്റെ നിശ്ചയപ്പാട്ടുണ്ടായില്ലേ? ആര്? സതീശനാ? സതീശൻ. പുള്ളി എനിക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യണ്ട. ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. അതെ, അയാള് ഭയങ്കര വെറുപ്പിക്കല. ഞാൻ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടെ. എന്തായാലും രക്ഷപ്പെട്ട നന്നായി. അതെന്താ? അല്ല അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് എന്താ പറ? ഒന്നുമില്ല. പറ. ഒന്നുമില്ലടോ. കരണ്ടാണ്, ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. എന്തോ നിങ്ങൾ കാണിച്ച് വീട് കത്തിക്കൂ. ഒന്നുമില്ല അമ്മായി, അത് ഫ്യൂസ് പോയതാണ്. ഇവന്മാരുടെ വിചാരം കണ്ടാ ഞാനെന്തോ KSAB കത്തിച്ചളഞ്ഞ പോലെയാണ്. മൂടിയിട്ടിരിക്കണം അവിടുന്ന്. ആരാ പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. മാറാടുന്നു എവിടുന്ന് വരുന്ന ഈ കുരിപ്പുകളൊക്കെ? ബേബി എന്താ അവിടെ ഒച്ച കേട്ടെ? ഹലോ. ആ ഹലോ, എവിടെ വരെയാ പരിപാടിയൊക്കെ? ഓ ഓട്ടത്തിലാ. ആ ശിവന്റെ കൊടുത്താ മതി. ആ ഹസ്ബൻഡോ? അമ്മായിക്ക് 5-ാം പനിയായിട്ട് ഒറ്റ ഇരിപ്പാണ്. അല്ല കിടപ്പാണ്. ഹലോ, ഹായ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഞങ്ങൾ ആയിക്കോട്ടെ. എന്നാ ശരി, നാളെ കാണാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ശരി. അവിടെ എന്ത് കലാരൂപമാണ്? ഡിസ്കോ കണ്ടിട്ടില്ലേ? ഡിസ്കോ ഞങ്ങളുടെ നാട്ടിലില്ല ഡിസ്കോ. നമുക്ക് ഇവിടുന്ന് കഴിക്കണോ അതോ വീട്ടിൽ ചെന്നിട്ട് കഴിക്കണോ? നമുക്ക് ഇവിടുന്ന് കഴിക്കാം, അതാ നല്ലത്. നീ ചിക്കൻ സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? ചിക്കൻ സാമ്പാർ? ആടി, ഈ സാമ്പാറിൽ ചിക്കൻ ഇട്ടിട്ട് ഐറ്റം. ചേട്ടാ 2 പീസ് തരും. പീസ് കേട്ടാ, കുറച്ച് കറി ഒഴിക്കട്ടെ. ആ കറിയിലെ ഒഴുകണത് ആ കൊളായല്ലോ. ഗൾഫീന്നല്ലേ? നമുക്ക് 2 അടിക്കാണ്ട് 1 2 3 6 കളമാറും കൂടി 4 ഫുള്ള്. അല്ല, ഇതിന് 4 ഫുള്ളും തികയില്ല. ഇതിനുള്ളത് വാങ്ങിച്ചാൽ മതി. ഒന്ന് പെട്ടെന്ന് പോടാ. പെട്ടെന്ന് പോയിട്ട് പോ. എന്താടാ ഇതിങ്ങനെ അനിമമാലമാര് നീണ്ടിട്ട് പോകട്ടാ. പേപ്പർ പ്ലേറ്റ് ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തികഞ്ഞില്ലേ പേപ്പർ പ്ലേറ്റ് ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന. പിന്നെ ആ പന്തലുകാർക്കുള്ള അഡ്വാൻസ് കൊടുത്താ? ഇല്ല. അത് കൊടുക്കണേട്ടാ, അവർ ചോദിച്ചാണ്. ഇതിപ്പോ എല്ലാം കൂടെ എത്രയായി? കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചത് പറഞ്ഞു കേട്ടല്ലോ. അതിന് 5300. 5300? അവരോട് എന്തെങ്കിലും കുറയ്ക്കാൻ പറയണോ കേട്ടാ. സെറ്റാക്കാം. നീ ഇവിടെ ഞാൻ പൈസ എടുത്തിട്ട് വരാം. പിന്നെ
വെപ്പുകാര് കാശ് ചോദിച്ചിട്ടൊന്നും എടുത്ത് കൊടുക്കരുത് കേട്ടാ. നമ്മളെ വാസോട്ടിന്റെ മോളുടെ കല്യാണത്തിന് അവസ്ഥയോ രാവിലെ എണീച്ച് നോക്കുമ്പോ ഇഡലിയും ഇല്ല സാമ്പാറും ഇല്ല. കിട്ടിയ കാശിന് വെള്ളമോട് ചാവന്മാര് കിടന്ന് ഉറങ്ങും. ഏമാര് പണിയാവോ? ഏയ് അവന്മാർക്കുള്ള സാധനം വാങ്ങാൻ ഉണ്ണിക്കൂട്ടിനെ വിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാ പയ്യന്റെ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ 3-4 കൊല്ലം മുമ്പ് മരിച്ചുപോയി. പിന്നെ ഉള്ളതൊരു പെങ്ങളാ. നന്നായി. നോക്കുമ്പം ചേരാനല്ലൂരില് നമ്മുടെ കുടുംബക്കാരെ അയച്ചിരിക്കുന്നത് ആ തറവാട്ടിലേക്കാ. അപ്പൊ ബന്ധുക്കാരാണല്ലേ? അത് പറഞ്ഞപ്പോഴാ സതീഷിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ ചേച്ചി? ഓ ഇല്ല. നീ നൈസായിട്ടൊന്ന് ചോദിച്ചിട്ട് വാ. നൈസായിട്ടാ? ആ പോടാ, നൈസായി ചോദിച്ചിട്ട് വാ. കഴുകാതെ തിന്നണ്ടാട്ടോ. ചേച്ചി. കൊള്ളില്ല. ഈ ചേച്ചിയല്ലേ ഈ ചേച്ചി? ഇനി വെച്ചോട് നേരാനൊക്കെ. രാവിലത്തെ പാലിന്റെ കാര്യം? ആ ബേബി രാവിലെ കൊണ്ടുതരും. പിന്നെ പൈസയുടെ കാര്യം? ആ അത് ഞാൻ അർച്ചനയോട് ചോദിക്കട്ടെ. അരിയണ്ടോട്ട് തിന്നെടുക്കാണല്ലോ. ഇത് മൊത്തം പച്ചയാ. അപ്പോഴേ നാളെ നമ്മള് നീല സാരിയാണോ അതോ വയലറ്റ് സാരിയാണോ? ഓ നമുക്ക് എന്ത് നീല സാരിയും വയലറ്റ് സാരിയും. അതല്ല നിങ്ങളോടല്ല ചോദിച്ചത്, ഇവിടെ കുറെ ചെറുപ്പക്കാരികൾ ഉണ്ട്, അവരോടാ ചോദിച്ചത്. എടി മുതുക്കി, നീയാണോ ചെറുപ്പക്കാരി? ഇതല്ലേ ചട്ടുകരിക്കണേ, തോലടിച്ച് തിരിക്കും ഞാൻ. കഴിക്കട്ടാ. അതെ, 7ാം ക്ലാസ് തൊട്ട് ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ നീ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. ഇപ്പൊ നിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോണെന്ന് കേട്ടു. അതിലെനിക്ക് വിഷമമൊന്നുമില്ല. അല്ലെങ്കിലും റൂലവ് എപ്പോഴും തോറ്റിട്ടല്ലോ. കുറച്ച് അച്ചാറിടുവോ? മരണേ എന്താണ്? ആ ഉണ്ണിക്കൂട്ടനെ വിട്ടിട്ടുണ്ടെന്ന് വെറുതെ ഷിബു ഷിബു എന്ന് പറഞ്ഞ കാരണ. കള്ളനെ തന്നെ വിടണം. നീ നേരത്തെ വന്നാ? ഞാൻ റെസ്റ്റോറൻറ്റ് കൊണ്ട് തിരക്കിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല നിന്നെ. എന്താ ചാച്ച കാണിക്കണ്? പൊണ്ണു എനക്കുതാ ബണ്ണു എനക്കുതാ. പോടാ പോടാ പോടാ. ചോദിട്ടെ മതിയാ? പീസിട് കുട്ട. കോഴിപ്പീസിട് കുട്ട. ഏതൊരാള് മുപ്പത് ആലോചന ഞാൻ കൊണ്ടുവന്ന് കൊടുത്തേ. എന്റെ ലിസ്റ്റ് ഉണ്ട്, കാണാം. കണ്ട ഇപ്പൊ ടീമൊന്നുമല്ല. ഇതിപ്പോ എന്താണ്? ഗൾഫോ? ഗൾഫിലെന്താണ്? വീട് ബ്രോക്കറായ നിങ്ങൾ ഡെസ്പാവല്ലേ? ആവും. പട്ടി നിരകട പോലെ നിരകിയിട്ടാണ് ഞാൻ ഇത്ര എണ്ണം ഒപ്പിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നത്. സുമേഷേ, നിനക്ക് ഞാൻ തങ്കം പോലൊരു പെണ്ണിനെ ഒപ്പിച്ചു തന്നില്ലടാ. അഡ്ജസ്റ്റ് ചെയ്ത് പോകും, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടല്ലോ ബ്രോക്കറെ എനിക്കൊരു പെണ്ണിനെ ശരിയാക്കി തരുമോ? കുറച്ച് നാളായി നീ പെണ്ണിനൊപ്പിച്ചരുമെന്ന് ചോദിക്കുന്നു. രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തി. എന്റെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞേ. അതെനിക്ക് വിഷയമല്ല. ഇവന്റെ കല്യാണം വേണമെങ്കിൽ ഞാൻ ഇപ്പൊ നടത്തിക്കോളും. കാണണോ? കാണത്തോളൂ കല്യാണം നടത്താൻ മെഷീനാ. ഇതിപ്പോ ഇതെന്താ പൂരപ്പറമ്പോ? കല്യാണല്ലേ, ആഘോഷിക്കട്ടെ. എന്താണ് ബ്രോക്കർ? എന്തൊക്കെ അക്രമമാണോ കല്യാണത്തിന്റെ പേരിൽ നടത്തുന്നത്? ഒറ്റ വലി മിച്ചറോടെ ഇല്ല വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഒരു മിനിറ്റ് എടാ, നീ സംസാരിച്ച ആ ബസ് വരാം. ഹലോ, വരുന്നു. എന്താ അഡ്വാൻസ് കൊടുത്തല്ലേ?
കൊടുത്താടാ. എടി മേലെപ്പുറത്ത് അമ്മാവനും അമ്മായി വന്നിട്ട് നീ ആ സ്വർണ്ണം ഒന്ന് എടുത്ത് കാണിച്ചു. അയ്യോ ഒന്ന് അതെടുത്ത് കാണിച്ചു കൊടുക്കും. ആ ഫോണ് അർച്ചേച്ചി എടി മൈലേജ് ഒരു മിനിറ്റ് എടി, ഞാൻ അവന് കാശൊന്നും എടുത്തു കൊടുക്കാം. പോയി കുഞ്ഞാ റൂമിൽ കയറി കളിക്കുന്നോ? കളിക്കണം. ഓടാ. ഏതാ ജിനേഷ് വിളിക്കണോ? ജിനേഷ, നിന്നോട് ആരാണ് ഫോൺ എടുക്കാൻ പറഞ്ഞേ? ഹലോ ഹലോ, ആരാ? അച്ഛനാ? ഹലോ ഹലോ മാമ ഫോൺ തരും. എന്തിന്? കളിക്കാൻ. പിന്നെ ഐഫോൺ. എന്താ ഇപ്പോഴത്തെ പിള്ളേരെ? ഫോണില്ലെങ്കിൽ ഉണ്ണില്ല, ഉറങ്ങില്ല. എന്തിന്? ടൂറ്. ഇവിടെ അടുത്തുള്ള സ്ഥലം പറയാം. അച്ഛാ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ BEdന് പഠിച്ചേ. ഇത് സെലീന, ഇത് സെലീനയുടെ അനിയത്തി ജസ്ന. പ്രശ്ന താങ്ക്സ്. ഇനി ഇവിടെ ആർക്കെങ്കിലും ജസ്ന അല്ല റസ്ന വേണോ? എന്താണോ പരിപാടി ഇവിടെ? കൊള്ളാം. എവിടെ കാശ്? എവിടെ? 5 ഇല്ലേ? 500 ഉണ്ട്. പിന്നെ അമ്മ മറ്റേ പാചകക്കാർക്ക് കാശ് കൊടുക്കണം പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും കൊടുക്കരുത് കേട്ടോ. നാളെ രാവിലെ കൊടുത്താൽ മതി. ശരി. പിന്നെ കുപ്പിക്ക് വേണ്ടി അധികം പൈസ ഇല്ലാക്കരുത് കേട്ടാ. അച്ഛന്മാർക്ക് പിന്നെ നാട്ടടപ്പായണ്ട. എടി പിശിക്ക്, നിനക്കത് പറഞ്ഞാ മതി. അവിടെ പണി നടക്കണില്ലേ, കുപ്പി ഇറക്കണം. കുഞ്ഞാ, നിന്നോട് ഈ റൂമിൽ കയറരുത് പറഞ്ഞിട്ടില്ലേ? ഓടാ. ഡാ, നിനക്കിത് പറയാം. ജോലിയും പോയി കാറ്റും കൊണ്ടിരിക്കുക ഇവിടെ. ചവിട്ടി പിടിച്ചാലേ വണ്ടി നീങ്ങില്ല. ഫുഡൊക്കെ തികയോ? ടൈറ്റാണ്, തികയുമായിരിക്കും. നോക്കാം. അപ്പൊ ഓക്കെ. അതെ, ഞാൻ കുറെ നേരമായിട്ട് നോട്ട് ചെയ്യണം. ഒരു പ്രായം ചെന്നാൾ പുറത്തു നിൽക്കുന്നുണ്ട്. നമ്മളെ കല്യാണം വിളിച്ച വല്ല ബന്ധുക്കാരനല്ല. ഞാൻ ചോദിച്ചപ്പോ അയാളൊന്നും മിണ്ടിയില്ല. എനിക്ക് തോന്നുന്നു അയാൾ കൂളായിട്ട് ഫുഡ് അടിക്കാൻ വന്നാണോന്നാണ്. ആളെവിടെ? ഒരു പീസ് കേട്ടറാ. ഓ സുധീഷ് നല്ല തിരക്കിലാണല്ലോ. ആട്ടാ, ഇത്തിരി തിരക്കില്ല. നിന്റെ അച്ഛൻ ലീവിന് വന്നോടാ? ഇല്ല, അടുത്ത മാസം വരും. ഓ, നീ നമ്മുടെ പയ്യനെ ഇറച്ചി കൊടുത്തില്ല എന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെയല്ല, അതിലില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇതെന്താ? അല്ലേട്ടാ, പറയണോണ്ടോന്ന് തോന്നരുത്. നിങ്ങളിവിടെ കൂത്താടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളവിടെ കുറച്ച് പേര് കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൂടിയെന്ന് വരും, നിങ്ങൾക്ക് ഇത്തിരി കുറഞ്ഞു എന്ന് വരും. ഇനി ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും. അല്ല, അതിനിപ്പോൾ എന്താ അത്ര വലിയ പ്രശ്നം?
Just for a fun, guys. Just for a fun. ആരാ ചോദിച്ചത് കേട്ടില്ലേ? ആരാ? നിങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും കല്യാണം വിളിച്ചിട്ടുണ്ടോ? ഊമയാണോ? കഴിച്ചോ? വാ. ഏയ്, ഞാൻ എടുക്കാം. നിങ്ങൾ ആ മിസ്സിംഗ് ഇൻഫർമേഷൻ വയർലെസ് സിറ്റി കൂടെ പാസ് ചെയ്തേക്കണം. ഓക്കെ, നിങ്ങൾ ആ കാര്യം അവരോട് പോയി പറഞ്ഞു തരും, ബാക്കി ഞാൻ നോക്കോളാം. ഓക്കെ, ശരി ശരി. ഓ സോറി.